ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഒരു പരാതിയുണ്ട്, പൊറോട്ട ശരിയാകുന്നില്ല എന്ന്. ഇന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: മൈദ, പാല്, മുട്ട, പഞ്ചസാര, ഉപ്പ്, സോഡാപ്പൊടി, വെള്ളം, ഓയിൽ. ആദ്യമായിട്ട് ഒരു മുട്ട നമ്മൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരല്പം പഞ്ചസാര ഇടുക. ഒരല്പം ഉപ്പ് ആവശ്യത്തിന്, ഒരു നുള്ള് സോഡാപ്പൊടി, വളരെ കുറച്ച് സോഡാപ്പൊടി ഇട്ടാൽ മതി. ഒരല്പം പാല് ചേർക്കുക. ഇത് ശരിക്കും ഒന്ന് പതപ്പിക്കുക കൈകൊണ്ട്. ഇത് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം മുട്ട, പഞ്ചസാര, ഉപ്പ്, സോഡാപ്പൊടി ഇത്രയും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് പതഞ്ഞ് വരുന്നതാണ്. നല്ലപോലെ പതപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ 1 കിലോ മൈദയുടെ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പം കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇത് ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടുള്ളൂ. ഇനി ഇതൊരു അല്പം എണ്ണ തടവി കൊടുക്കുക പാത്രത്തിൽ. അതിന് ശേഷം ഇത് പാത്രത്തിലിങ്ങനെ ഇത് പൊന്തി വന്നു കഴിയുമ്പം ഈ പാത്രത്തിലിങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രത്തിൽ അല്പം എണ്ണ തടവി കൊടുത്തത്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒരല്പം എണ്ണ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവി കൊടുക്കുക. ഇത് നല്ല പൊന്തി നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് ഒരു തുണി, ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വച്ചിരിക്കുന്ന തുണിയാണ്. ഇതൊന്ന് പതുക്കെ നനച്ച് പതുക്കെ എണ്ണ ഇങ്ങനെ വരുത്തിയിട്ട് എണ്ണ തൂത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതൊരു 2 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. എന്നാലാണ് ഇത് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാലാണ് നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ.
ഒരു 15-20 മിനിറ്റോളം നമ്മൾ പൊടി നല്ല പോലെ കുഴച്ച് ഒട്ടും ബബിൾസ് ഇല്ലാതെ കുഴച്ചെടുക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ടയൊന്നും കിട്ടില്ല. ഇത് നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ മാവ് കുഴച്ച് വെച്ചത് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ എല്ലാം അതേ ഇതുപോലെ ഇങ്ങനെ ഉണ്ടയിട്ടിട്ട് എണ്ണ പുരട്ടി ഇങ്ങനെ മൂടിയിട്ടു ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ശരിക്കും ഇങ്ങനെ പരത്തി എടുക്കുക. എണ്ണ തൊട്ട് ശരിക്കും ഇങ്ങനെ എണ്ണ തൊട്ട് മിനുസപ്പെടുത്തിയിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇതുപോലൊരു കോല് വെച്ചിട്ട്, നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലുണ്ടല്ലോ, ആ കോല് വെച്ചിട്ട് ഇങ്ങനെ പരത്തി നമുക്ക് കഴിയുന്നത്രയും കനം കുറച്ച് പരത്തിയെടുക്കുക. നമുക്കിപ്പോൾ പെണ്ണുങ്ങൾക്കിപ്പം പൊറോട്ട വീശിയടിക്കാനൊന്നും അറിയില്ലല്ലോ. നമുക്ക് ഹോട്ടലിലൊന്നും അല്ലല്ലോ പണി. അപ്പം വീശിയടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഈ സ്ലാബിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തി ശരിക്ക് കനം കുറച്ച് പരത്തിയെടുക്കുക. കുറച്ച് ഡാമേജൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം നമുക്ക് കടയിൽ വിൽക്കാനൊന്നും ഉള്ളതല്ലല്ലോ, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് അതോർത്തിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ, ഇപ്പം ഇത്രയും ശരിക്കും കനം കുറഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കീറിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്തെടുത്ത് ഒരല്പം മൈദ ഇങ്ങനെ വിതറി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലേശം എണ്ണ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉരുട്ടി കണ്ടോ, ഇങ്ങനെ എടുത്ത് ഇവിടെ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ ഉണ്ടകളും പരത്തി മൈദ തൂകി ഓയിലൊഴിച്ച് എല്ലാം പരത്തി ഇതുപോലെ റോള് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ കോല് വെച്ച് പതുക്കെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതൊരു 5-10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇത് ഓരോന്നും എടുത്ത് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതിങ്ങനെ പരത്തിയിട്ട് ഇതൊരു അല്പം എണ്ണ തൂത്തിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഈ കോല് വെച്ചൊന്ന് പരത്തി കൊടുക്കുക. അതിങ്ങനെ കൈ വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് റൗണ്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് കോല് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരെ ചൂടായിട്ടുള്ള കല്ലിലേക്ക് എടുക്കുക. ഒരല്പം എണ്ണ ഇങ്ങനെ ഒന്ന് തടയി കൊടുക്കുക. ഇതൊന്ന് മറിച്ചിടുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു കാസറോളിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിടുക. കാരണം ഓരോന്നായിട്ട് ഇത് അടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലെയർ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 4-5 ഒക്കെ ഒന്നിച്ച് ചുട്ടതിന് ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കുന്നുള്ളൂ.
ഇപ്പോൾ നമ്മളൊരു 4 എണ്ണം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയ്യിലൊരല്പം എണ്ണ തൂത്തിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് കടയിൽ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറായിട്ടുള്ള പൊറോട്ട കണ്ടോ. നമുക്ക് നല്ല പൊറോട്ട കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം ഇത് ഹിന്ദിക്കാരുണ്ടാക്കിയതോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന പൊറോട്ട. നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പൊറോട്ടയാണിത്. നല്ല പൊറോട്ടയാണ്. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.